ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് SMC ലേണിംഗ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. എങ്ങനെ നമുക്ക് ഒരു വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഇൻവാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ സപ്ലൈ സോൺ, ഡിമാൻഡ് സോൺ എന്നീ റേഞ്ചുകളിൽ എങ്ങനെ ഒരു എൻട്രി പുഷ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ SMC പ്രൈസ് ആക്ഷൻ, അതുപോലെ തന്നെ ICT ആണെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ കാണുക, പഠിക്കുക, ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുക. അപ്പം നിങ്ങൾക്കിവിടെ കുറച്ചധികം കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് നേരെ എന്ത് കാര്യത്തിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ കാണാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അതുപോലെ മേജർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഹയർ ലോ, ലോവർ ഹൈ ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ നിന്ന് ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങി നമുക്കൊരു എൻഡിങ്ങിലോട്ട് എത്തുന്ന രീതിയിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടെത്താം, അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ഹൈ പ്രോബബിലിറ്റി ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാം, അതുപോലെ തന്നെ മാർക്കറ്റ് മേക്കർ ട്രാപ്സ്, അതായത് മാർക്കറ്റ് ട്രാപ്പിൽ നിന്നും എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്ന് വെച്ചാൽ, ഇപ്പം ചിലരൊക്കെ ആണെങ്കിൽ ഒരു സപ്ലൈ സോൺ, ഡിമാൻഡ് സോണിൽ നിന്നൊക്കെ എൻട്രി എടുക്കുമ്പോൾ കുറേയധികം സ്റ്റോപ്പ് ലോസ് അടിക്കാറുണ്ട്. പക്ഷേ അവർ പറയും, ഞങ്ങൾ സപ്ലൈ സോണിൽ നിന്നാണല്ലോ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോണിലാണല്ലോ എൻട്രി എടുത്തത്, പിന്നെ എങ്ങനെ അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സായി സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരും. അപ്പോൾ അതിനുള്ള ആൻസേഴ്സ് എല്ലാം ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ട്രേഡിംഗ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന കാര്യത്തിൽ നിന്ന് ബേസ് ആയിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ നമുക്കറിയാം എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഒരു മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകുന്ന മാർക്കറ്റ് ഒരു സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് സോണ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, ഒരു റെസിസ്റ്റൻസിലൊക്കെ മാർക്കറ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൻ്റെ ആ ഒരു ക്യാരക്ടർ മാറി ബയേഴ്സ് ഉള്ളിടത്ത് സെല്ലേഴ്സ് ആക്റ്റീവ് ആവുന്നു, സെല്ലേഴ്സ് ഉള്ളിടത്ത് ബയേഴ്സ് ആക്റ്റീവ് ആവുന്നു, അല്ലെങ്കിൽ ബുള്ളിഷ് മാർക്കറ്റ് ബിയറിഷ് ആകുന്നു, അല്ലെങ്കിൽ ബിയറിഷ് മാർക്കറ്റ് ബുള്ളിഷ് ആകുന്നു. അപ്പം അങ്ങനെ, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഓർഡർ ഫ്ലോ ചേഞ്ച് ആകുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്കറിയാം. പിന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്താണ് പൊട്ടൻഷ്യൽ ഷിഫ്റ്റ് ഇൻ കൺട്രോൾ. പൊട്ടൻഷ്യൽ ഷിഫ്റ്റ് ഇൻ കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്, സെല്ലേഴ്സ് ഉള്ളിടത്ത് ബയേഴ്സ് വരുന്നു, ബയേഴ്സ് ഉള്ളിടത്ത് സെല്ലേഴ്സ് വരുന്നു, മാർക്കറ്റിൻ്റെ ഷിഫ്റ്റ് മാറുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബേസിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് കാര്യം നമുക്കറിയാം, ഒരു മാർക്കറ്റ് ഒരു ഹൈ ലോ, ദെൻ ഹയർ ഹൈ, ദെൻ ഹയർ ലോ, ഹയർ ഹൈ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ഹയർ ഹൈ മാർക്കറ്റ് തന്നു. അപ്പം ഹയർ ലോ നെക്സ്റ്റ് മാർക്കറ്റ് തരുമ്പോൾ ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആവും. ഓക്കെ, ദെൻ മാർക്കറ്റ് ഒരു ഹയർ ഹൈ തന്നിട്ട് ദെൻ ഒരു ഹയർ ലോ തരുമ്പോൾ പിന്നെയും ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആവുന്നു. ഓക്കെ, ദെൻ മാർക്കറ്റ് ഒരു ഹയർ ഹൈ തരുവാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഹയർ ഹൈ ആകട്ടെ, ഏതൊരു ഹയർ ഹൈ ആണെങ്കിലും മാർക്കറ്റ് ആ ഒരു ഹയർ ലോയൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് സോണിനെയൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് സോൺ ആവട്ടെ, ഏതൊരു ഡിമാൻഡ് സോൺ ആവട്ടെ, ആ ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ റിവേഴ്സ് ആവുന്നതിനെയാണ് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അറിയേണ്ടത് എങ്ങനെ വാലിഡ് ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടെത്താമെന്നാണ്. അതിലുപരി നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഹൈ പ്രോബിലിറ്റി ട്രേഡ്, വിൻ റേറ്റ് കൂടിയ ട്രേഡ്സുകൾ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇത് കണക്ക് മാർക്കറ്റ് ഹയർ ഹൈ, ഹയർ ലോ, മാർക്കറ്റ് ഇങ്ങനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ തന്ന് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവിടെ എല്ലാം ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആവുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് ഡിമാൻഡ് സോണൊക്കെ ക്രിയേറ്റ് ആയി, ദെൻ ഒരു ഹയർ ഹൈ എന്ന് മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് സോണൊക്കെ ബ്രേക്ക് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു ഏരിയയിൽ ഒരു സപ്ലൈ സോൺ ക്രിയേറ്റ് ആവും. എന്താണ്, ഒരു സപ്ലൈ സോൺ ക്രിയേറ്റ് ആവും. ദെൻ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു വന്നാലോ ഈ ഒരു സപ്ലൈ സോണിൽ കുറച്ചധികം ഓർഡറുകൾ കാണും. അപ്പോൾ അതിനെ അവിടെ എങ്ങനെ ഒരു എൻട്രി പുഷ് ചെയ്യാന്നുള്ളതൊക്കെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സപ്ലൈ സോൺ ക്രിയേറ്റ് ആയി, അതിൻ്റെ തന്നെ ബാലൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടം വരെ നമ്മൾ എത്തി, ഒരു സപ്ലൈ സോൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു സപ്ലൈ സോൺ മാർക്കറ്റ് ഒരു ഹയർ ഹൈ അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. ദെൻ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഒരു ടെമ്പററി ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്ത് ആ ഒരു സപ്ലൈ സോണി മാർക്കറ്റ് പോയി മിതിഗേറ്റ് ചെയ്താൽ അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടിറങ്ങും. ഓക്കെ, ദെൻ മാർക്കറ്റ് ഇവിടെ നിന്നും മാർക്കറ്റ് ആ ഒരു സപ്ലൈ സോണിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇവിടെ ഒരു ഹയർ ലോയിൽ മാർക്കറ്റ് ഇവിടെ ഒരു
എന്താണ് ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആകുന്നത് പോലെ ഈ ഒരു ലോവർ ഹൈയിലും സപ്ലൈ സോണുകൾ ക്രിയേറ്റ് ആകുന്നുണ്ട്. നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സപ്ലൈ സോണിലും മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യണം എന്നില്ല. പല സപ്ലൈ സോണും പല ഡിമാൻഡ് സോണുകളും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോകുന്നത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുന്ന കാര്യം എന്താണ്, ഇപ്പോൾ അപ് ട്രെൻഡിൽ പോകുന്ന മാർക്കറ്റിൽ എങ്ങനെ സപ്ലൈ സോൺ ക്രിയേറ്റ് ആവുന്നു, ഡൗൺ സൈഡിൽ പോകുന്ന മാർക്കറ്റിൽ എങ്ങനെ ഒരു ഡിമാൻഡ് സോൺ എങ്ങനെ ക്രിയേറ്റ് ആകുന്നു എന്നുള്ള കാര്യമാണ്. അവിടെ എങ്ങനെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരും എന്നുള്ള കാര്യമാണ്. അങ്ങനെ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഡൗൺ സൈഡിൽ മാർക്കറ്റ് ഇറങ്ങി വന്നതിന് ശേഷം ഈ ഒരു സപ്ലൈ സോണിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. അങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാകുന്നു, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാകും. ദെൻ ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടാകുന്നു. ഈ ഒരു ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു എൻട്രി പുഷ് ചെയ്യാം. കാര്യം മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആയ സ്ഥലമാണ്. ഓക്കെ, ഒരു റിവേഴ്സൽ എൻട്രി നമുക്ക് ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന് അപ്പം ആ ഒരു ഡിമാൻഡ് സോൺ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ഡിമാൻഡ് സോണിൽ എൻട്രി എടുക്കാമെന്ന്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നെക്സ്റ്റ് കാര്യത്തിലോട്ട് നമുക്ക് പോവാം. ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വാലിഡ് ആണോ എന്നറിയും. അതായത് നമുക്കിപ്പോൾ ഇവിടെ പറഞ്ഞു ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വാലിഡ് ആണെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഈ ഡിമാൻഡ് സോണിൽ വന്ന് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ സപ്ലൈ സോൺ ക്രിയേറ്റ് ആയെങ്കിൽ എന്താണ്, ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വാലിഡ് ആണെങ്കിൽ മാത്രമേ മാർക്കറ്റ് വന്ന് ഈ സപ്ലൈ സോണിൽ റെസ്പെക്റ്റ് ചെയ്ത് താഴോട്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നമ്മൾ നോക്കുമ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിം സപ്ലൈ സോൺ, ഓക്കെ, ഒരു ഹയർ ടൈം ഫ്രെയിം സപ്ലൈ സോൺ ഒരു 50 മിനിറ്റ് ആകട്ടെ അല്ലെങ്കിൽ എബോ 50 മിനിറ്റ് ആവട്ടെ, ഒരു ഹയർ ടൈം ഫ്രെയിം സപ്ലൈ സോണിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരും, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ തന്ന് മാർക്കറ്റ് കയറി വരും. ഇവിടെ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു സപ്ലൈ സോൺ ഉണ്ട്, ഒരു 50 മിനിറ്റിൽ ഒരു സപ്ലൈ സോൺ ഉണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കൊരു സപ്ലൈ സോണൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടം വരെ വന്നു, എന്നാൽ ആ സപ്ലൈ സോണിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തില്ല. എന്ന് വെച്ചാൽ ഈ ഒരു സപ്ലൈ സോണിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യാതെ മാർക്കറ്റ് താഴോട്ടിറങ്ങി ഈ ഒരു ലോവർ ഹൈ, ഓക്കെ, ഈ ഒരു ഹയർ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അങ്ങനെ ബ്രേക്ക് ചെയ്താൽ ഇതൊരു ഇൻവാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ വന്നാൽ ഇതൊരു ഇൻവാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. മാർക്കറ്റ് താഴോട്ടല്ലായിരിക്കും പോകുന്നത്, തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകും. നമ്മൾ വിചാരിക്കും ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി എന്നൊക്കെ പ്രതീക്ഷിക്കും. എന്നിട്ട് ഈ ഒരു റേഞ്ചിലൊക്കെ പിന്നെയും ഇവിടെയൊക്കെ ആയിട്ട് പിന്നെയും ഒരു സപ്ലൈ സോണൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായാൽ ലോസ് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം എങ്ങനെ ഈ ഒരു മാർക്കറ്റ് ഇവിടെ ഒരു 50 മിനിറ്റിൽ ഒരു സപ്ലൈ സോൺ ഉണ്ടെങ്കിൽ ആ ഒരു സപ്ലൈ സോണിൽ മാർക്കറ്റ് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യാണ്ട് മാർക്കറ്റ് താഴോട്ടിറങ്ങി പോയാൽ, ഓക്കെ, ഈ ഒരു ഹയർ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ അതൊരു വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ല, അതൊരു ഇൻവാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. ഇനി എങ്ങനെ ഒരു വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവുന്നത്? വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 50 മിനിറ്റ് അല്ലെങ്കിൽ എബോ 50 മിനിറ്റ്, ഓക്കെ, ആ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ആ ഒരു സപ്ലൈ സോണിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാം, ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ടാപ്പ് ചെയ്തിട്ടില്ല. ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ടിറങ്ങിയിട്ട് ഈ ഒരു ഹയർ ലോയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ ബ്രേക്ക് ചെയ്താൽ ഇതൊരു വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. ഓക്കെ, ഇതൊരു വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ എന്താണ് ഒരു വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ എന്താണ് ഒരു ഇൻവാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, എവിടെയൊക്കെ മാർക്കറ്റിൽ സപ്ലൈ സോണ് അതുപോലെ തന്നെ ഒരു ഡിമാൻഡ് സോൺ എങ്ങനെ ക്രിയേറ്റ് ആവും എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ ക്രിയേറ്റ് ആവണമെങ്കിൽ ഒരു വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വേണം. ഓക്കെ, ഇൻവാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾ സപ്ലൈ സോണും ഡിമാൻഡ് സോണും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നിന്നാൽ അത് നമുക്ക് ഓപ്പോസിറ്റായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളറിയണം ഈ ഒരു ഫേക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, അതായത് ഒരു ഇൻവാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായാൽ എങ്ങനെയായിരിക്കും ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഒരു ഹൈ, അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ ഒരു ലോ, ഒരു ഹൈ, ഒരു ലോവർ ഹൈ ഇങ്ങനെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു സപ്ലൈ സോൺ ക്രിയേറ്റ് ആവും. ദെൻ ഈ ഒരു ലോവർ ഹൈയിൽ ഒരു സപ്ലൈ സോൺ ക്രിയേറ്റ് ആവും. ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ താഴോട്ടിറങ്ങി വന്നു, ഇവിടെയും ഒരു സപ്ലൈ സോൺ ക്രിയേറ്റ് ആയി. ദെൻ മാർക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു സപ്ലൈ സോൺ എങ്ങാനും ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ മാർക്കറ്റ് അവിടെ മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യും.
ഓക്കെ, മൂവ് ചെയ്തു. നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ലോവർ ഹൈയിൽ നമ്മളൊരു സപ്ലൈ സോണൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് അവിടെ മിതിഗേറ്റ് ചെയ്യാതെ താഴോട്ട് വന്നു. ഓക്കെ, മിതിഗേറ്റ് ചെയ്യാതെ താഴോട്ട് വന്നാൽ ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്? ഇവിടെ ഒരു ഫേക്ക് ഡിമാൻഡ് സോൺ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റി അധികം അറിയാത്തവരാണെങ്കിൽ ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു എൻട്രി അങ്ങ് മേളിലോട്ട് എടുക്കും. അങ്ങനെ ഈ എൻട്രി മേളിലോട്ട് എടുത്താൽ അതെങ്ങനെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് എന്നത് പറഞ്ഞുതരാം. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു സപ്ലൈ സോണിൽ മിതിഗേറ്റ് ചെയ്യാതെ മാർക്കറ്റ് താഴോട്ട് വന്നു. താഴോട്ട് വന്നതിന് ശേഷം താഴോട്ട് വരുമ്പോൾ ഇവിടെ എന്താണ് ഒരു ഫേക്ക് ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആവും. ദെൻ ഈ സപ്ലൈ സോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, എന്താണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേക്ക് ഡിമാൻഡ് വന്ന് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ദെൻ ഈ ഒരു സപ്ലൈ സോണി മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യും. അങ്ങനെ ടാപ്പ് ചെയ്താൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ടിറങ്ങും. എന്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ടിറങ്ങും? ഇവിടെ ഒരു വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇല്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നു എങ്ങനെ ഒരു വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടെത്താം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെയും മിതിഗേറ്റ് ചെയ്തിട്ടില്ല. ദെൻ മാർക്കറ്റ് ഇവിടെ ഒരു ഫേക്ക് ഡിമാൻഡാണ് ക്രിയേറ്റ് ആയത്. ദെൻ മാർക്കറ്റ് ഈ ഒരു സപ്ലൈ സോണിനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മളെന്താണ് ഒരു സപ്ലൈ സോണിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യണമെന്ന് ആലോചിക്കണം. അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാകുന്നതിന് മുമ്പ് മാർക്കറ്റ് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒരു സപ്ലൈ ഡിമാൻഡ് സോണിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യണം എന്നുള്ള കാര്യവും പറഞ്ഞായിരുന്നു. ദെൻ മാർക്കറ്റ് ഇവിടെ നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു സപ്ലൈ സോൺ കുറച്ചുകൂടെ താഴോട്ടൊക്കെ ഇരിക്കുകയാണെങ്കിലോ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ മാർക്കറ്റ് കുറച്ചൊന്നൊരു ചെറുതായിട്ടൊന്ന് മുകളിലോട്ടൊക്കെ തന്നതിന് ശേഷം അതുപോലെ മാർക്കറ്റ് ഇടിച്ചിറങ്ങി താഴോട്ട് പോകും. ഓക്കെ, കുത്തനെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിപ്പോവും. ഈ ഒരു ട്രെൻഡ് മാർക്കറ്റ് താഴോട്ട് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ അറിയണം ഒരു ഫേക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്താണ്. നമ്മൾ സപ്ലൈ സോണിലും ഡിമാൻഡ് സോണിലും ഒക്കെ എൻട്രി എടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞാൽ നിങ്ങൾക്കത് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി. നമുക്ക് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമുക്ക് ഈ ലിക്വിഡിറ്റി സ്വീപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് എക്സ്ട്രാ കൺഫർമേഷൻസ് വെച്ച് എൻട്രി എടുക്കാം. അപ്പം നമുക്ക് അതും കൂടി എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റീസ് അറിയാം. ഓക്കെ, അതുപോലെ തന്നെ ഈക്വൽ ലോ, ഈക്വൽ ഹൈസ് ഒക്കെ നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈക്വൽ ലോ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഒരേ റേഞ്ചിൽ വന്ന് ഒരു 2 പ്രാവശ്യം മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ അതൊരു ഈക്വൽ ലോ ആവും. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് ഒരേ റേഞ്ചിൽ മുകൾ ഭാഗം വന്ന് മാർക്കറ്റിൻ്റെ ഒരു അപ്സൈഡ് വന്ന് മാർക്കറ്റ് മുകളിലെ ഒരു പ്രൈസ് റേഞ്ചിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ അതൊരു ഈക്വൽ ഹൈ ആയിട്ട് മാറും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുമ്പോൾ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിം. ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നു. അപ്പം ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ട്. ഓക്കെ, ഒരു സപ്ലൈ ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഈക്വൽ ഹൈ ക്രിയേറ്റ് ആവുന്നു. ഓക്കെ, ഈക്വൽ ഹൈ ക്രിയേറ്റ് ആയാൽ നമ്മൾ പറയും മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കാറുണ്ട്. മാർക്കറ്റ് ആ ഒരു ഈക്വൽ ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് ഗ്രാബ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ടിറങ്ങാൻ ചാൻസ് ഉണ്ട്. അവിടെ ഒരു സ്മാർട്ട് മണി വർക്കാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഈ ഒരു സപ്ലൈ സോണിൽ നമുക്ക് എൻട്രി എടുക്കുക? അപ്പോൾ ഈക്വൽ ഹൈ ഇടുന്നു. ഈക്വൽ ഹൈ വന്നപ്പോൾ കുറച്ചുകൂടി ചാൻസായി. എന്താണ് ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തുകൊണ്ട് താഴോട്ടിറങ്ങാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ട്, ഇവിടെ ഒരു ഈക്വൽ ഹൈ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ എങ്ങനെ എൻട്രി എടുക്കാം. ഇപ്പോൾ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മളിവിടെ ഒരു സപ്ലൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഈ ഒരു സപ്ലൈ നമ്മൾ എൻട്രി എടുക്കുന്നത് ഒരു 1 മിനിറ്റിൽ സെൽ ലിമിറ്റ് ഓർഡർ നമ്മൾ വെക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സപ്ലൈ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഈ 50 മിനിറ്റിൽ ഈ ഒരു സപ്ലൈ തന്നെയാണ് ഇവിടെ. ദെൻ മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട്, അതായത് ഈ ഒരു ഈക്വൽ ഹൈയിലെ ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് ഇവിടെ എടുക്കുന്നത്, അത് ഗ്രാബ് ചെയ്യുന്നത്. ആ ഗ്രാബ് ചെയ്യുമ്പോൾ മാർക്കറ്റ് എവിടെ പോയാണ് മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്യും. ഈ ഒരു സപ്ലൈയിൽ വന്ന് ടാപ്പ് ചെയ്യും. ആ ഒരു സപ്ലൈ വന്ന് ടാപ്പ് ചെയ്താൽ നിങ്ങൾക്കൊരു 1 മിനിറ്റിൽ കൺഫർമേഷനും കാര്യങ്ങളും നോക്കി ഒരു എൻട്രി എടുക്കാം. ഓക്കെ, നല്ലൊരു എൻട്രി എടുക്കാം. നെക്സ്റ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ഡബിൾ സോൺ ബ്രേക്കൗട്ടിൽ എങ്ങനെ എൻട്രി എടുക്കാം? അപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു സപ്ലൈ ഉണ്ട്. ഓക്കെ, ഒരു സപ്ലൈ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഏകദേശം ഒരു ബാക്കി തന്നെയാണ്, ഇതും ഒരു ബാലൻസ് തന്നെയാണ്. ആ ഒരു ഹയർ ലോ ഹയർ ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വന്ന് മാർക്കറ്റ് നമുക്കറിയാം ഇവിടെ എല്ലാം എന്തുണ്ട്, ഒരു ചേഞ്ച് ഓഫ് എന്ന് വെച്ചാൽ ഇവിടെ മാർക്കറ്റ് ഒരു ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, ഈ ഒരു റേഞ്ചിലൊരു ഡിമാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ ഈ ഒരു ഈക്വൽ ഹൈ തന്നാൽ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നാലും ഇവിടെയും ഉണ്ട് എന്തുണ്ട്, ഒരു
ഡിമാൻഡുണ്ട്. അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് മുകളിലോട്ട് വന്ന് ഈ ഒരു സപ്ലൈയിൽ വന്ന് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടിറങ്ങി ഇവിടെ എന്തുണ്ടായി, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി. ഇവിടെ എന്തുണ്ടായി, ഇവിടെയും ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നെയാണ്, മാർക്കറ്റ് ഇറങ്ങി താഴോട്ട് പോകും. ഓക്കെ, അപ്പം ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി. അപ്പോൾ നമ്മളിവിടെ ഒരു ഈക്വൽ ഹൈ ഒക്കെ നോക്കി നമ്മളിവിടെ ഒരു എൻട്രി എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാലും വീണ്ടും ഇവിടെ ഒരു സപ്ലൈ ക്രിയേറ്റ് ആവുമല്ലേ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു സപ്ലൈ ക്രിയേറ്റ് ആവുകയാണ്. അങ്ങനെ സപ്ലൈ ക്രിയേറ്റ് ആയി വീണ്ടും നമുക്ക് എൻട്രി ഉണ്ട്. ഇവിടുന്ന് ഈ ഒരു സപ്ലൈ സോണിൽ നിന്ന് നമുക്കൊരു എൻട്രി ഉണ്ട്. കൺഫർമേഷൻസും കാര്യങ്ങളും നോക്കി നല്ല എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളും കറക്റ്റ് നമുക്ക് വാച്ച് ചെയ്യാം. നമ്മൾ പല കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ മാർക്കറ്റിൻ്റെ ആ മൂവ്മെൻറ്റ് വാച്ച് ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു റേഞ്ചിൽ, ആ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നതാണ്. ഒരു അപ് ട്രെൻഡ് പിടിക്കുന്നു, മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കുന്നു, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു സപ്ലൈ എടുക്കുന്നു, മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എടുക്കുന്നു. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു രസം. ഓക്കെ, അപ്പം മാർക്കറ്റ് ഈ ഒരു സപ്ലൈയിലും നമുക്കൊരു എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഡബിൾ സോൺ ബ്രേക്കൗട്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഈ ഒരു റേഞ്ചിലൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇവിടെയൊക്കെ ഒരു ഡിമാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഈക്വൽ ഹൈ തന്നാലും മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുമ്പോൾ ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്. ദെൻ മാർക്കറ്റ് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഈ ഒരു സപ്ലൈയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ ഒരു 1 മിനിറ്റിൽ നമ്മൾ എൻട്രി എടുക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ദെൻ അതിനൊക്കെ ശേഷം മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. ഓക്കെ, മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് ഡൗൺ സൈഡിലോട്ടാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയതിന് ശേഷം മുകളിലോട്ട് കയറിയിട്ട് പിന്നെ ഒരു ഈക്വൽ ഹൈ തന്നു. ഓക്കെ, അങ്ങനെ ഈക്വൽ ഹൈ തന്ന നമ്മളിവിടെ പറഞ്ഞു ഇവിടെ ഒരു സപ്ലൈ ക്രിയേറ്റ് ആവും എന്ന് പറഞ്ഞു. ആ ഒരു സപ്ലൈ ക്രിയേറ്റ് ആവുന്നതിന് മുമ്പ് വീണ്ടും മാർക്കറ്റ് ഒരു ഈക്വൽ ഹൈ തന്നാലോ? ഓക്കെ, ഒരു ഈക്വൽ ഹൈ തന്നതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് പോയി, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് വരെ വന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് പിന്നെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. ഓക്കെ, അതായത് ഈ ഒരു ഡിമാൻഡ് സോണിനെയും കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ എന്താണ്, ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറായി. ഓക്കെ, ദെൻ മാർക്കറ്റ് മുകളിലോട്ട് കയറി ഈ ഒരു ഈക്വൽ ഹൈയിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുന്നു. മാർക്കറ്റ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക്. ഓക്കെ, എക്സ്ട്രീം എന്ന് തന്നെ പറയാം. ഓക്കെ, ഈ ഒരു എക്സ്ട്രീം ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും. അത് നിങ്ങൾക്കൊരു 1 മിനിറ്റിൽ കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാം. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെയും ഒരു സപ്ലൈ ക്രിയേറ്റ് ആവുന്നുണ്ട്. ദെൻ മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി ഇവിടെ ഈ ഒരു റേഞ്ചിൽ ഒരു സപ്ലൈ ക്രിയേറ്റ് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ സപ്ലൈ ക്രിയേറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഇവിടെ ഒരു ഈക്വൽ ഹൈ തന്നു, മാർക്കറ്റ് താഴോട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നിട്ട് ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരുമ്പോഴാണ് ഇവിടെ ഒരു സപ്ലൈ ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, ആ ഒരു സപ്ലൈ ക്രിയേറ്റ് ആവുന്നത്, ആ ഒരു സപ്ലൈ വെറും ഒരു ഡിസിഷണലാണ്. ഒരു എൻട്രി അവിടെ നിന്ന് എടുക്കാതിരിക്കുന്നതാണ് മോർ ബെറ്റർ. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ എൻട്രി എടുക്കാതിരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ നിന്ന് കയറി വരുന്ന മാർക്കറ്റ് ഈ ഒരു ഈക്വൽ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിലൊത്ത ആ ഒരു എക്സ്ട്രീം സപ്ലൈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് താഴോട്ടിറങ്ങും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ട് ചില സപ്ലൈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നമ്മൾ ട്രേഡ് എടുത്തിട്ട് ലോസായി പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ നിങ്ങളിവിടെ ഒരു സപ്ലൈ ഉണ്ട്, ഈ സപ്ലൈ ഏരിയയിൽ നിന്ന് നിങ്ങളിവിടെ നിന്ന് എൻട്രി എടുത്താൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എൻട്രി എടുത്തിട്ട് എൻട്രി ലോസാണ്. ഓക്കെ, എൻട്രി എടുത്തിട്ട് ആ ഒരു എൻട്രി ലോസായി പോകുന്നു. എന്തുകൊണ്ട് ലോസായി പോകുന്നു, ഇവിടെ ഒരു ഈക്വൽ ഹൈ ഉണ്ട്. ആ ഒരു ഈക്വൽ ഹൈയിൽ ലിക്വിഡിറ്റി മാർക്കറ്റ് ഈ ഒരു എക്സ്ട്രീം ഏരിയ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് എടുത്തുകൊണ്ടാണ് മാർക്കറ്റ് താഴോട്ട് പോകുന്നത്. അപ്പം ഉറപ്പായിട്ടും എന്തുണ്ടാവും, ഇവിടെ ലോസ് ഉണ്ടാകും. മാർക്കറ്റ് ഈ ഒരു എക്സ്ട്രീം ഏരിയയാണ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറായി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നമ്മൾ ഇൻവാലിഡ് ചോദിച്ചു, വാലിഡ് ചോദിച്ചു, അതുപോലെ തന്നെ ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് എങ്ങനെ മാർക്കറ്റ് ഒരു സപ്ലൈ സോണിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇവിടെ എല്ലാം നമ്മൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. ഓക്കെ, മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു എൻട്രി കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു 1 മിനിറ്റിൽ നമുക്ക് ആ ഒരു എൻട്രി കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി. ഓക്കെ, ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ദെൻ ഇവിടെ ഒരു ആ ഒരു സപ്ലൈയിൽ നിന്ന് എൻട്രി കിട്ടി. അതുപോലെ തന്നെ ഈ ഡബിൾ സോൺ ബ്രേക്ക് ഔട്ട്. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ എന്താണ്, ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ
സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ഓരോ ട്രേഡ്സും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടാൽ അത് ക്ലിയർ ആക്കി എടുക്കാമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്കത് യൂസ്ഫുള്ളായി എങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.